ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെൻ കൊണ്ട് എഴുതുന്ന ഒരു സംവിധാനം അതിൻ്റെതാണ്. അപ്പോൾ അതിന് കീബോർഡിൽ 4 കീകളായിട്ട് റെഡ് ഗ്രീൻ ബ്ലൂ ബ്ലാക്ക്. ഹാൻഡ് റൈറ്റിംഗ് കൂടി നന്നാക്കാനുണ്ട്. കീ ഇതിൽ അമർത്തി പ്രസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊരു പ്രശ്നമില്ല. ഇതിലും ബോൾഡായിട്ട് ഇതിലാണ് റെക്കോർഡ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. ബോൾഡ്നെസ് കൂട്ടാനുണ്ട്. 18 എന്താണ് 18 ബോൾഡ്നെസ് ആണ്. പേജ് നമ്പർ അത് നമുക്ക് വളരെ ഫൈനായിട്ട് എഴുതാം. നമുക്കിങ്ങനെ ബുക്കിൽ ഇതിനേക്കാളും നല്ല ഒരു ഹാൻഡ് റൈറ്റിങ് നമുക്ക് ഫീൽ കിട്ടും. വളരെ റെസ്പോൺസീവാണ്. ഭയങ്കര ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. വേറെ കളർ നമുക്ക് പ്രൊജക്ഷൻ ലൈൻ ടോപ്പിങ് ഹൊറിസോണ്ടൽ ലൈനിന് നമുക്ക് വേറെ പ്രൊജക്ഷൻ കളർ എടുക്കാം. ഇതിവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ വരും? പേര് കൊടുക്കണം. ശരിക്കും പേര് കൊടുത്താലാണ് ശരി. ഇത് ടെസ്റ്റിംഗ് ആണ് കേട്ടോ. ഇതിന് നമുക്ക് 1 2 3 4 എന്ന നമ്പർ കൊടുക്കാം. അതുപോലെ ഇവിടെയും 1 4 1 പിന്നെ 4 1 ബാക്കിലാണ്. സോറി ആക്കണം. റബ്ബർ വലിയ റബ്ബർ. അയ്യോ ചെറിയ റബ്ബർ ചെറിയ റബ്ബർ വേണം. 1 ബാക്കിലാണ് വേണ്ടത്. 1 ബാക്കിൽ 1 അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വരും 4 ഡാഷ് ഇവിടെ 2 ഈ 2 ആണിത്. അപ്പോൾ 2 ഡാഷ് ബാക്കിൽ വരിക. ഉള്ളിൽ ചെയ്താൽ 3. ഇനി നമ്മളിവിടെ വരയ്ക്കുകയാണെങ്കിൽ അത് ഏകദേശം കണക്കിന് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ മനസ്സിലാവും. 1 ഇതാണ് നമ്പർ വെച്ചാണ് ശരിക്കും നോക്കേണ്ടത്. ഒരു പോയിന്റ് ഇതാണ്. അപ്പോൾ ഇതിന് മുകളിലുള്ള പോയിന്റ്സ് തമ്മിൽ മുകളിൽ നോക്കുമ്പോൾ ഇത് ഇത് ഹിഡൻ ആയിരിക്കും കേട്ടോ. അത് ഹിഡൻ ആയിരിക്കും. ഈ എഡ്ജ് കാണാൻ പറ്റില്ല. ചെറിയ റേസർ വേണം. അപ്പോൾ ചെറിയ റേസർ ഉണ്ടാക്കിയിട്ടില്ല. ഒരു വലിയ റേസർ. അത് ചെറിയ ഫൈനായിട്ട് വരയ്ക്കുന്ന സ്ഥിതിക്ക് നമ്മളൊരു ചെറിയ റേസർ ഉണ്ടാക്കണം. വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ നമ്മളിതിനേക്കും ഇല്ല. ശരിയായില്ല. വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ ലൈൻ കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ വെർട്ടിക്കൽ ലൈൻസിൻ്റെ ടൂളൊക്കെ ഉപയോഗിക്കണം. സെൻറ്ററിൽ ഒരു ആക്സിസ് ഉണ്ട്. നല്ല ആക്സിസ് ചെയ്യുന്നതിനുണ്ട്. സോറിയോട് ആ സെൻറ്ററിൽ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പേരിങ് കൊടുക്കണം. നമ്മൾ ചെരിച്ച് വരയ്ക്കുകയാണ്. അപ്പം അതിൻ്റെ ആക്സിസ് വലിയ ഡാഷ് ചെറിയ ഡാഷ് അതാണ് എൻ്റെ ശരിക്കും വേണ്ടത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ലൈൻസ് വരയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ട്. അത് നമ്മൾ വേറെ കളറിൽ വരയ്ക്കുന്നതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ബ്ലൂ കൊടുക്കാം. ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻസ് ഇതും രണ്ടെണ്ണം
ഇവിടെ നിന്ന് ഈ ലെവൽ അറിയാൻ വേണ്ടിയിട്ട്, ഇവിടെ ഈ 2 പോയിൻറ്റ്സിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. പിന്നെ ഇവിടെ നിന്നൊരു പച്ച കൊടുക്കാം. പച്ച നമ്മളിത് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും ബൗണ്ടറീസ് ആദ്യം വരയ്ക്കും. ഈ പോയിൻ്റ് എന്തായാലും ഇവിടെ ഉണ്ടാവും. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഏറ്റവും ഔട്ടർ ബൗണ്ടറി വരച്ചോ, അതിൽ നമുക്ക് കുഴപ്പമില്ല. ചെരിവൊന്നുമില്ല. അവിടെ ചെറിയ ഇറേസർ വെച്ചിട്ട് മാറ്റി ലെയർ ബൈ ലെയർ വരയ്ക്കണേ സുഖമായിരുന്നു. മായ്ക്കാൻ പറ്റിയത് പോവില്ല. അപ്പോൾ ലെയർ എന്നുള്ളൊരു ഓപ്ഷൻ ചെയ്താൽ നന്നായിരിക്കും. ബ്ലാക്ക് അല്ല വേണ്ടേ. ഇവിടെ ഹിഡൻ എഡ്ജ് അല്ല, ഇത് ഏറ്റവും അടിയിലെ വരുന്നത് ഈ എഡ്ജ്. ഇവിടെ എഡ്ജ് ഉണ്ട്. നമ്പർ കൊടുക്കണമെങ്കിൽ 1 2 എന്നുള്ള നമ്പർ, ഈ 1 2. അപ്പോൾ 1 ഫ്രണ്ടിൽ വരുമ്പോൾ 1 ഡാഷ് 2 ഡാഷ്. അപ്പോൾ 1 ഡാഷ് 2 ഡാഷ് എന്നുള്ള ഈ ഒരു 1 ഡാഷ് എന്നുള്ളത് പുറത്തും 2 ഡാഷ് എന്നുള്ളത് ഉള്ളിലെ ബാക്ക് എഡ്ജാണ്. അപ്പോൾ ഇത് 1ഉം 2 ആണ്. അപ്പോൾ ഈ എഡ്ജാണ് മുകളിൽ നോക്കുമ്പോൾ, മുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണ് എഡ്ജ് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഡാഷ് ഇട്ട് ലൈൻ കൊടുക്കാം. അതുപോലെ ഈ എഡ്ജ് ഇത് നമ്പർ 1 2 3 4 കൊടുക്കുകയാണെങ്കിൽ 3 ഇതിന് 4 കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത് മുകളിൽ ഉള്ള എഡ്ജാണ്. ഇത് ഈ കാണുന്ന സാധനം ഇതിൽ വെച്ചിട്ട് ഇതിപ്പോൾ 3 ബാക്കിലില്ല, അപ്പോൾ ഉള്ളിൽ വരയ്ക്കുക. 3 ഡാഷ് 4 ഡാഷ്. അപ്പോൾ ഈ 4 ഡാഷ് 3 ഡാഷ്. അപ്പോൾ നമുക്ക് 4 ഫ്രണ്ടിലും 3 ബാക്കിലും ആണെന്നുള്ളത് മനസ്സിലായി. 3 ബാക്കിലാവേണ്ടത് ഉള്ളിൽ വെച്ച്. അപ്പോൾ നമുക്ക് 1 ഇവിടെ ഈ ഒറിജിനിൽ നിന്നുള്ള, ഒറിജിൻ അല്ല, എപ്പെക്സ് എന്നുള്ളൊരു 0 ഡാഷ്. ഇത് 0 ടോപ്പ് വ്യൂ. പിന്നെ സെൻറ്റർ പോയിൻ്റിന് ഒരു പി എന്ന് കൊടുക്കാറുണ്ട്. ഇത് പി ഡാഷ്. അപ്പോൾ ഈ 0 4 ഡാഷ് എന്നുള്ള എഡ്ജ് ഫ്രണ്ടിലേക്കുള്ള എഡ്ജാണ്. അത് കാണാൻ പറ്റും. ടോപ്പിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ അതുപോലെ ഇതും കാണാൻ പറ്റും. 0 3 കാണാൻ പറ്റും. ടെസ്റ്റിന് വേണ്ടി വരച്ച കേട്ടോ. ഞാൻ ഈ ഗ്രാഫിക്സ് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാനിത് ഉപയോഗിച്ച് നോക്കുമ്പോൾ കംഫർട്ട് അറിയാൻ വേണ്ടി വരച്ച് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി വരുന്നുണ്ട്. സേവ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ സേവ് ആയിക്കോളും. നെക്സ്റ്റ്. അപ്പോൾ അങ്ങനെ കസ്റ്റമൈഡ് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ സാധാരണ കൺവെൻഷനലി കിട്ടുന്ന വേറെ ടൂൾസ് ഉണ്ട്. അതിൻ്റെ പേര് അതില്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ട്. അത് എക്സ്റ്റേണൽ എന്നാണ് സാധനം. ലിനക്സിൽ വിൻഡോസിലേക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അത് പോയെന്ന് വെച്ചാൽ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എക്സാമ്പിൾ പക്ഷേ ഇതിന് കുറേ നല്ല യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് വേണ്ട, ഇതിലും വരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിൽ വെച്ചാൽ നമ്മളപ്പോൾ കീ ഇവിടെ പോയി എടുക്കണം എന്നുള്ളൂ. വേറെ സോഫ്റ്റ്വെയർ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ചെയ്യാമല്ലോ. കളറുകൾ ഇവിടെ ഇതിലും വരയ്ക്കാം. ഇതിൽ ബോൾഡ് ആയതുകൊണ്ട് ഇതിലൂടെയും നല്ല രസമുണ്ട് കാണാൻ. ഇതും കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാനായിട്ട്. പക്ഷെ എനിക്കിതിലൂടെ നമ്മുടെ കംഫർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ വയ്ക്കാനും എല്ലാത്തിനും ജാവയിൽ ഞാൻ ചെയ്തിരിക്കുകയാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയാൽ സംതൃപ്തി വരുള്ളൂ. ഇത് റെക്കോർഡാവില്ല കേട്ടോ. സോറി, ഞാൻ വിൻഡോ റെക്കോർഡിങ് കൊടുത്തുകൊണ്ട് ഞാനിപ്പോൾ എക്സ്റ്റേണലിൽ കാണിച്ച കാര്യം റെക്കോർഡാവില്ല. സോറി, ഇത് ഞാൻ മിനിമൈസ് ഇട്ടിരിക്കുകയല്ലേ. ഇത് മിനിമൈസ് ബട്ടണാണ്. മിനിമൈസ്. ഓക്കെ, മതി.